എന്റെ പേര് നിമിഷ. 32 വയസ്സുള്ള ഒരു സുന്ദരി കുട്ടി. കോളേജിലും സ്കൂളിലുമൊക്കെ എല്ലാവരും എന്നെ കളിയാക്കി വിളിക്കുമായിരുന്നു. എന്റെ ഇരട്ടപ്പേരെന്ന് വെച്ചാൽ പാൽക്കട്ട എന്നാണ് കേട്ടോ. പാലിന്റെ നിറവും തൂവെള്ള നിറവും ഉണ്ടായത് അവരെന്നെ കളിയാക്കി വിളിക്കുന്ന പേരായിരുന്നു പാൽക്കട്ട. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, കുറച്ച് വണ്ണം വെച്ചിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയായനെ. കാരണം എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോല് പോലിരിക്കുന്നുണ്ട്. കൊടക്കമ്പി എന്നും എല്ലാവരും വിളിക്കുമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് സുധീഷേട്ടൻ്റെ കൂടെ ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് വണ്ണം വെച്ചു. ആ സമയത്ത് എനിക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നല്ല വണ്ണമായിട്ട് മാറി. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ആ ഒരു ചേച്ചീൻ്റെ അടുത്ത് പറയുന്നത്, എടി നീ ജിമ്മിലൊക്കെ പോ, ഇപ്പൊ എല്ലാരും ജിമ്മിൽ പോയി ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ആ ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ പോവുകയും ചെയ്തു. അങ്ങനെ ബാംഗ്ലൂർ ജീവിതം ഏകദേശം ഒരു 8 മാസത്തോളം ഞാൻ അവിടെയായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സുധീഷേട്ടന് കൂടെ കറങ്ങി നടക്കലും പിന്നെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു മെയിൻ പരിപാടി. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ എൻ്റെ വണ്ണം അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറഞ്ഞു. ഏകദേശം 75 കിലോ ഉണ്ടായിരുന്നു ഞാൻ. ഇപ്പോൾ വെറും 68 കിലോ മാത്രമേ ഉള്ളൂ. അത്രയും ആ ഒരു വെയിറ്റ് ലോസും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ചെടുത്തു. അപ്പോഴായിരുന്നു സുധീഷേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, എടി അമ്മാമ്മയ്ക്ക് സുഖമില്ല, നമുക്ക് എന്തൊക്കെയായാലും നാട്ടിലൊന്ന് പോകേണ്ടി വരും എന്ന് പറയുന്ന സമയത്ത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്കൊട്ടും നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ആ സമയത്ത് സുധീഷേട്ടൻ എൻ്റെ അടുത്ത് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു, എടി ഒന്ന് വാ കേട്ടോ, അല്ല എന്നുണ്ടെങ്കിൽ അത് മോശമാണ് നീ ചെന്നില്ല എന്നുണ്ടെങ്കിൽ. സുധീഷേട്ടാ, ഞാനിപ്പം ജിമ്മും ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കാം, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ താല്പര്യമില്ല എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയുന്ന സമയത്ത് സുധീഷേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഒരു വഴിയുണ്ട്, അവിടെ കുഗ്രാമം ആണ് എന്നുണ്ടെങ്കിൽ തന്നെയും ജംഗ്ഷനിൽ ഒരു ജിം ഷോപ്പ് ഉണ്ട്. അവിടെയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഡയറ്റ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഇക്വിപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചുതരാം. പിന്നെ ട്രെയിനറായിട്ട് ഹരി അവിടെ ഉണ്ടല്ലോ, ഹരി എടുത്ത് പറഞ്ഞാൽ മതി, അവൻ വന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പം നിനക്ക് ആ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് അവൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാമല്ലോ. എന്നാലും അതൊക്കെ ശരിയാവോ സുധീഷേട്ടാ? ഞാൻ ചോദിക്കുന്ന സമയത്ത് സുധീഷേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊക്കെ ശരിയാവും. അവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് യൂസ് ചെയ്ത കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഡംബിൾസ് വാങ്ങിച്ചാൽ മതിയല്ലോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ ഹരിയെടുത്ത് ചോദിച്ചാൽ മതി, അവൻ അത്യാവശ്യം ജിമ്മിലൊക്കെ പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്ന് സുധീഷേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയായിരുന്നു ആ ഒരു കുഗ്രാമത്തിലേക്ക് ഞാനും സുധീഷേട്ടനും അവിടേക്ക് പോകുന്നത്. വയലിന്റെ സൈഡിലായിട്ടൊരു കുഞ്ഞു വീട്, അവിടെയായിരുന്നു സുധീഷിന്റെ അമ്മാമ്മ താമസിക്കുന്നത്. അവിടെ അവര് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നതും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെയാണ് എന്നെയും വിളിച്ചുകൊണ്ട് സുധീഷേട്ടൻ അവിടേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് തന്നെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ഒരു വീടാണ്. അവിടെ ഏകദേശം ഒരു 3 മുറിയും കാര്യങ്ങളും ഉണ്ട്. മച്ച് ഓടിട്ടതാണ്. പിന്നെ വേറെ ഒരു തിണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അത് എനിക്ക് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും കാറ്റും എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു പ്രകൃതി നന്നായിട്ട് അനുഗ്രഹിച്ച ഒരു സ്ഥലം പോലെ എനിക്ക് തോന്നി. ബാക്കിയെല്ലാം കൊള്ളാം, പക്ഷേ ബാംഗ്ലൂരിൽ പോലൊരു ജീവിതമൊന്നും ഇവിടെ കിട്ടില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സുധീഷ് ചേട്ടനോട് പറഞ്ഞു, എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്ന് പറയുന്ന സമയത്ത്, കുറച്ച് ദിവസം നീ ഇവിടെ നിൽക്കിയേ, പിന്നെ ആ ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ആരെങ്കിലും ഏർപ്പാട് ചെയ്യാം. പിന്നെ ഇപ്പം അമ്മമ്മയ്ക്ക് വയ്യാത്തല്ലേ, ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നീ ഒന്നെങ്കിലും നേഴ്സിംഗ് ഒക്കെ പഠിച്ച ഒരാളല്ലേ എന്ന് എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാനൊന്ന് ചിരിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും അമ്മാമ്മയെ കാണാൻ അകത്തേക്ക് കയറിയിരുന്നു. അവിടെ ഒരു നേഴ്സ് പെങ്കൊച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അവൾക്ക് കുറച്ച് ദിവസത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം അവിടെ നിൽക്കണമെന്നായിരുന്നു സുധീഷിട്ടും പറഞ്ഞത്. എനിക്ക് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ എൻ്റെ അടുത്ത് വീണ്ടും വിളിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ നോക്കാന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഒരു സമയമായപ്പം സുധീഷേട്ടൻ നേരെ തടുതപ്പി കാലിയായി. ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നും നോ പറയാൻ എനിക്കും പറ്റിയില്ല. അങ്ങനെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മാമ്മയാണെന്നുണ്ടെങ്കിൽ എഴുന്നേക്കും പിന്നെ നടക്കും, അതിനൊന്നും യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല. കറക്റ്റായിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി, ആ ഒരു കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്താൽ മതി.
പിന്നെ ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും എടുത്തിരിക്കണം. ഇത്ര മാത്രമേ എൻ്റെ ജോലിയുള്ളൂ. പിന്നെ ഇടയ്ക്ക് അമ്മാമയായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കാം, അതും കുഴപ്പമില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇത്രയും കാര്യങ്ങളുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് വല്ലാത്തൊരു നിർബന്ധമായിരുന്നു. അപ്പോൾ തന്നെ അമ്മാമയും പറഞ്ഞു, ഹരിക്ക് ഇങ്ങനെ ഒരു ജിമ്മിലൊക്കെ പോകുന്നൊരു പയ്യനല്ലേ, അവൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അവൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമ്മാമയും പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ടൈമിൽ ഹരിയെ നോക്കിയിരിക്കുകയായിരുന്നു. ഹരി ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട്. അമ്മാമയ്ക്ക് ഒരു സഹായവും പിന്നെ റേഷൻ കടയിലും പിന്നെ ഷോപ്പിലൊക്കെ പോകുന്നത് ഹരിയാണ്. ഹരിക്കാണെന്നുണ്ടെങ്കിൽ സുധീഷേട്ടൻ ഇടയ്ക്ക് പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഹരിയാണ് എല്ലാം നോക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഏതായാലും വരട്ടെ, ആ ടൈമിൽ അവൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാമല്ലോ. അവൻ എന്നേക്കാൾ ഇളയതാണോ മൂത്തതാണോ എന്ന് മാത്രം എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഇളയതാണെന്നാണ് സുധീഷിന് പറഞ്ഞത്. ഏതായാലും കുഴപ്പമില്ല, ഇളയതാവുന്നതാണ് നല്ലത്. അതാകുമ്പം വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് കാണും. ഞാൻ അമ്മാമ്മയ്ക്ക് ഭക്ഷണവും കാര്യങ്ങളും എടുത്തു കൊടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം കഴിക്കാനുള്ള ഗുളികളും പിന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തായിരുന്നു മുറ്റത്ത് ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടത്. ആ സമയത്ത് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ടൈമിൽ അമ്മാമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ചിലപ്പം ഹരിയായിരിക്കും വരുന്നത്, അവൻ എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് വരാനായിരിക്കും. അത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് ശേഷം പുറത്തേക്ക് ഇറങ്ങി ചെന്നു. അപ്പോൾ ഞാൻ കാണുന്നത് ബുള്ളറ്റിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു. ആള് എന്നേക്കാൾ ഇളയതാണ് എന്നുണ്ടെങ്കിലും എന്നേക്കാളും നല്ല വലിപ്പവും നല്ല സൈസുമായിട്ടുള്ള ഒരു പയ്യൻ. അവനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ബ്ലാക്ക് സ്കിന്നാണ്, ഏകദേശം ഒരു ആഫ്രിക്കൻ സ്റ്റൈൽ എന്നൊക്കെ പറയാം. അതേപോലെ ഡാർക്ക് സ്കിന്നുള്ള ഒരു ആള്. പെട്ടെന്ന് തന്നെ കണ്ട സമയത്ത് തന്നെ അവൻ ചോദിച്ചു, ചേച്ചി നേരത്തെ വന്നാലായിരുന്നേ? സുധീഷുടൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾ വരുന്നുണ്ടെന്ന്. ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, അതാണ് കേട്ടോ ഞാൻ ടൈമിൽ വരാഞ്ഞത് എന്നവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. അവൻ അകത്തേക്ക് വന്നതിന് ശേഷം അവിടെയുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. അടുക്കളയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം എടുത്തു വെക്കാനൊക്കെ അവന് യാതൊരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ചേച്ചി പിന്നെ സുധീഷിട്ടും പറഞ്ഞായിരുന്നു, ചേച്ചിക്ക് എന്തോ ഡയറ്റും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യണം, പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ വേണമെന്ന്. ഫിറ്റ്നസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ചേച്ചി, അത് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം എന്ന് അവൻ പറയുന്ന സമയത്ത് ഞാൻ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് പറയാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് എന്തും പറയണം എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, ആ ടൈമിൽ ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ്. ഇവിടെ വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ എല്ലാം തകിടം മറിയോ എന്നൊരു ടെൻഷനുണ്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ലോസ് ആയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തെറ്റിക്കഴിഞ്ഞാൽ അത് നിനക്കറിയാലോ, നീ ജിമ്മിലൊക്കെ പോകുന്നതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ കുറച്ചുകൂടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ലുക്കാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പം തന്നെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സുധീഷിട്ടം പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അപ്പം ചേച്ചിയെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ എന്ന് അവൻ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചിരിച്ചു. അപ്പോൾ തന്നെ അവിടെ വെച്ചിരുന്ന ഒരു ചെറിയ കണ്ണാടിയിലൂടെ ഞാനും അവനും അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ തന്നെ അവനാണെങ്കിൽ കറുത്തിരണ്ടിരിക്കുന്നു, ഞാനാണെങ്കിൽ തൂവെള്ള പോലെ ഇരിക്കുന്നു. ആ സമയത്ത് ഞാൻ അവനെയും അവൻ എന്നെയും കണ്ണാടി കൂടെ ഇങ്ങനെ നോക്കി. അവനാണെങ്കിൽ നല്ല സൈസാണ്, ഏകദേശം എന്നെപ്പോലൊക്കെ തന്നെ. അത്രയും ആ ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാൾ തന്നെ അവൻ. ഞങ്ങൾ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് അമ്മാമ്മ വിളിച്ചു. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മാമ്മ ഫുഡിന്റെ കാര്യങ്ങൾ പറയുകയായിരുന്നു. രാത്രിയിലേക്ക് സൂചി ഗോതമ്പിന്റെ കഞ്ഞിയും കാര്യങ്ങളും മതി എന്നായിരുന്നു അമ്മാമ്മ പറഞ്ഞത്. ഞാനത് ശരിയാക്കാം എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവനവിടെ അടുത്തൊരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. ചേച്ചി വാ ഇരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ നിർബന്ധിച്ചു. ആ സമയം ഞാൻ അവിടേക്ക് അവനെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന ആ ഒരു കസേരയിലേക്ക് പോയിരുന്നു. അവന്റെ കയ്യിൽ ഒരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രം എടുത്തു വെച്ചുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി നമുക്കൊരു ഈവനിങ് 5 മണിയാവുന്ന സമയത്ത് എക്സസൈസും കാര്യങ്ങളും ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം കുറച്ച് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിനുശേഷം ഇവിടെയുള്ള എക്യുപ്മെന്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കുറച്ചു നേരം ഒന്ന് എക്സസൈസ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടാകുമ്പം പകുതി എന്തൊക്കെയാലും കുറഞ്ഞു കിട്ടും.
അത് തന്നെ ഇന്നത്തെ ദിവസം മതി. പിന്നെ ഓരോ ദിവസം മുടങ്ങരുത് കേട്ടോ, എല്ലാ ദിവസവും ചെയ്യണം എന്ന് അവൻ എൻ്റെ അടുത്ത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം കേട്ടിരുന്നു. അങ്ങനെ ആ ദിവസമാണെന്നുണ്ടെങ്കിൽ ആ നേരം അവൻ പോവുകയും ചെയ്തു. ശേഷം കുറേയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം സമയമായപ്പോൾ അവൻ അവിടേക്ക് വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉമ്മറപ്പടിയിലിരുന്ന് സന്ധ്യയ്ക്ക് കത്തിക്കാനുള്ള വിളക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് വെക്കുകയായിരുന്നു. എല്ലാം മിനുക്കി വെക്കിയതിനു ശേഷം ഞാൻ അങ്ങോട്ട് നോക്കി. അപ്പോൾ ഒരു പുഞ്ചിരിയോടെ അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി വന്നു. ചേച്ചി, നമുക്ക് തുടങ്ങിയാലോ എന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്നെ നോക്കി. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു മാക്സി ആയിരുന്നു വേഷം. അയ്യോ, മാക്സി ഇട്ടുകൊണ്ട് എങ്ങനെയാ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. എന്താ ചേച്ചി ചിന്തിക്കുന്നത്? അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനിപ്പം ഡ്രസ്സിങ്ങിൻ്റെ കാര്യം ആലോചിച്ചുള്ളൂ. അവിടെയാണെന്നുണ്ടെങ്കിൽ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. സാധാരണ ജിമ്മിൽ പോകുമ്പോൾ നമ്മളൊരു പ്രത്യേകം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് ബാംഗ്ലൂരിലൊക്കെ എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, ഇവിടെയും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചേച്ചി. ഇനിയിപ്പം ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ ഇപ്പോൾ ഉള്ളത്? മാക്സി ഇട്ടുകൊണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബോറായിരിക്കും എന്ന് അവൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു ചുരിദാറുണ്ടെങ്കിൽ പിന്നെ അത് മതി ചേച്ചി, അതായിരിക്കും പിന്നെയും കുറച്ച് ഭേദം. ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു നാട്ടിൻപുറത്തെ ശൈലി മാറത്തില്ലല്ലോ എന്ന് അവൻ പറയുന്ന സമയത്ത് ഞാൻ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അകത്തേക്ക് കയറുമ്പോഴും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ചുരിദാറാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല വണ്ണമുള്ള സമയത്ത് അങ്ങനെ വാങ്ങിച്ചായിരുന്നു. വണ്ണം കുറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് വീട്ടിൽ ഞാൻ മാത്രം ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സുധീഷേട്ടൻ അങ്ങനെ ഞങ്ങൾ മാത്രമുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. കാരണം അത് എനിക്ക് ഒട്ടും പാകമാകത്തില്ല. ചില സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ലൂസായിട്ടൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഒരു ചുരിദാറും കാര്യങ്ങളൊക്കെയാണ് അത്. എന്തെങ്കിലും വേണ്ടിയില്ല, എക്സസൈസിന് വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ഒരു ചുരിദാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു. ചുരിദാർ ഒരു മഞ്ഞയും പിന്നെ വെള്ളയും കൂടെ കലർന്ന ഒരു ചുരിദാറായിരുന്നു. അതും ഇട്ടുകൊണ്ട് ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. ഞാൻ നല്ല സുന്ദരിയായിരിക്കുന്നു. എത്ര സുന്ദരിയാണ് ഞാൻ! ഞാൻ തന്നെ ഒരു നിമിഷം എന്നെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ഞാൻ നല്ല വൈറ്റിഷാണ്. അത് തന്നെയാണ് എൻ്റെ ഒരു കാര്യം. അങ്ങനെ ആ ഒരു ചുരിദാറും ഇട്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ പറഞ്ഞു, ചേച്ചി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചുരിദാർ, പക്ഷേ അത്യാവശ്യം ഒരു പാകമായിട്ടില്ല, ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് എന്ന് മാത്രം അവൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു പുഞ്ചിരിയോടെ ഇറങ്ങി ചെന്നപ്പോൾ ഓരോരോ എക്സസൈസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഞാനത് മുൻപ് ബാംഗ്ലൂരിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, വാമപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. അതൊക്കെ പറയുന്ന സമയത്തും ഓരോന്നും 10 പ്രാവശ്യം വെച്ച് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആരംഭിച്ചു. കുറച്ച് ദിവസമായിട്ട് ഒന്നും ചെയ്യാതിരുന്നല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പെയിനും കാര്യങ്ങളൊക്കെ എൻ്റെ ശരീരത്തുണ്ടാകുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി ചേച്ചി, ഓക്കെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കെയർ എന്ന പോലെ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ശേഷം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി, കുറച്ചുകൂടെ ഒന്ന് വലിഞ്ഞതിന് ശേഷം ചെയ്യണം കേട്ടോ, അപ്പോഴാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും ചെയ്തു. കാലും കൈയും അനക്കുന്നതൊഴിച്ച് വേറൊരു കാര്യം കൂടി, അതായത് ഇരുന്നു കൊണ്ട് ചെയ്യുന്ന എക്സസൈസ്, അത് കാലിനാണ് പ്രഷർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സസൈസ് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം 1ഉം 2ഉം 3ഉം ഞാൻ ചെയ്തിട്ടും നാലാമത്തേതായപ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്തതുപോലെ. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, എൻ്റെ കയ്യിൽ പിടിച്ചോളൂ, ശേഷം സിറ്റ് ആൻഡ് അപ്പ് ചെയ്താൽ മതി. കുറച്ച് സമയം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു വേദനയൊക്കെ ശരീരത്തിന് തോന്നും. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, ചെറിയ ചെറിയ വേദനകളാണെങ്കിൽ അത് സഹിക്കണം ചേച്ചി, മോർ പെയിൻ മോർ ഗെയിൻ എന്നല്ലേ ചേച്ചി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ് എന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളോട് ചെയ്തു. അങ്ങനെ ഏറ്റവും അവസാനത്തെ ഒരു എക്സസൈസ് എന്ന രീതിയിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഭൂമിയെ തൊട്ടുകൊണ്ട് കാലിൽ തൊടാൻ. ആദ്യം ആ ഒരു നിന്ന സമയത്ത് തന്നെ മുറ്റത്ത് തൊടണം, അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കാലിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊടണം. അതായിരുന്നു എക്സസൈസ്. അത് ഞാൻ ബാംഗ്ലൂരിൽ അധികം ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഈ ചുരിദാർ അത്ര കംഫർട്ടല്ലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ചേച്ചി നോക്കി നന്നായിട്ട് ചെയ്യ് എന്ന് പറയുന്ന സമയത്ത്, നീ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ മടിച്ചാണെന്ന് പറയുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ടാണോ എന്നാണ് വീക്ഷിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ സമയത്ത് ആ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആകെ ഒരു കംഫർട്ടല്ലാത്ത ഫീലിങ്സും കാര്യങ്ങളുമായിരുന്നു. ശേഷം ഞാൻ അവൻ്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റു.
ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ ടൈമിൽ തന്നെ അവൻ പറഞ്ഞു, ചേച്ചി കയ്യിൽ പിടിച്ചോ, അല്ലെങ്കിൽ മറിഞ്ഞു വീഴും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എനിക്ക് കൈ തന്നു. അങ്ങനെ ഒരു നിമിഷം ഞാനും അവനും കൂടെ ഒന്ന് ക്ഷീണിച്ചുകൊണ്ട് ആ ഒരു എറമ്പിന്റെ ആ ഒരു സൈഡിലേക്ക് കയറിയിരുന്നു. ആ ടൈമിൽ തന്നെ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ക്ഷീണിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആ കുറച്ചൊക്കെ നല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ചേച്ചി. ചേച്ചിക്ക് അറിയാലോ, ബാംഗ്ലൂരിലൊക്കെ ചേച്ചി ഒരുപാട് ചെയ്തിട്ടുള്ളതല്ലേ ഇങ്ങനെയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ. അതൊക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആ ഇത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഹരി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഒന്ന് ട്രൈ ചെയ്തത്. അത് കുഴപ്പമില്ല ചേച്ചി, നമുക്ക് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഇതൊക്കെ നല്ലത് തന്നെയാണ് എന്ന് അവൻ ഒരു ഉപദേശം എന്ന പോലെ തന്നു. ഞങ്ങൾ എക്സസൈസ് കഴിഞ്ഞ് ആ ഒരു എറമ്പിലേക്ക് കയറിയ സമയത്ത് ഏകദേശം ഒരു 8:30 കഴിഞ്ഞിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഹരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിനി പോകാൻ സമയമായിട്ടുണ്ട്. ഞാൻ ചില സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മാമ്മയ്ക്ക് ഒരു ആശ്വാസം എന്ന പോലെ ഇവിടെ കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേച്ചി ഉണ്ടല്ലോ, പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കാനും ഇടയില്ല. അതുകൊണ്ട് ഞാൻ പോകുകയാണ് എന്നുള്ള രീതിയിൽ ഹരി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ഇവിടെ നിൽക്കാനുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുക, അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരെ വിളിക്കും എന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു. ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കാൻ എന്തെങ്കിലും സൗകര്യം കിട്ടിയാൽ മതി. അത് നമുക്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാം. നിനക്ക് അങ്ങനെ താഴെ കിടക്കുന്നതൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ആ അതൊന്നും ബുദ്ധിമുട്ടില്ല ചേച്ചി, പിന്നെ എന്തായാലും ഓക്കെയാണ്. അങ്ങനെ കുറച്ച് സമയം ഞാനും അവനും കൂടെ കുറെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല കമ്പനിയാണ് അവൻ. നമുക്കെപ്പോഴും ഫ്രണ്ട്ഷിപ്പൊക്കെ ആവാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ്. ആ ഒരു ക്യാരക്ടറാണ് അവൻ്റേത്. എനിക്ക് ആ ക്യാരക്ടറുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും പിന്നെ കഥകൾ പറയാനാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നല്ലൊരു രസമാണ്. അങ്ങനെ കുറെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് കയറി അമ്മാമ്മയ്ക്കുള്ള ആ ഒരു സൂചി ഗോതമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. ശേഷമാണെന്നുണ്ടെങ്കിൽ അത് അമ്മാമ്മയ്ക്ക് കൊടുത്ത സമയത്തിന് ബാക്കി മെഡിസിൻസും കാര്യങ്ങളും ഇൻസുലിനും എല്ലാം കഴിഞ്ഞിട്ട് അമ്മാമ്മ നേരെ കയറി കിടന്നു. പിന്നെ ഞാനും ഹരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നു. അവനും ആ ഒരു സമയത്ത് ഞാൻ കുളിച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ അവനും അവിടേക്ക് പോയി കുളിച്ച് റെഡിയായിട്ട് വന്നു. പിന്നെ ആ സമയം അവൻ വരുമ്പോൾ ഞാൻ ചപ്പാത്തിയും കാര്യങ്ങളും എല്ലാം ഒന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു. ഇനി ഞങ്ങളുടെ കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങിയാൽ മാത്രം മതി. ഞങ്ങൾ രണ്ടുപേരും ഒരു പുഞ്ചിരിയോടിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അകത്തുനിന്ന് ഒരു കൂർക്കമ്പലിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത് അമ്മാമ്മയുടെയാണ്. അമ്മാമ്മ അവിടെ കിടന്ന് കൂർക്കം വലിക്കുകയാണ്. അത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ നോക്കി ചിരിച്ചു. അമ്മാമ്മയ്ക്ക് ചെറിയ കൂർക്കമ്പലി കൂടുതലാണ്, ചേച്ചിക്ക് അത് അറിയാലോ അല്ലേ എന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു. ആ ഞാൻ ഇന്നലെ ഇത്തിരി കേട്ടിരുന്നു എന്ന് ഞാൻ അവൻ്റെ അടുത്ത് മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ ഞാനും അവനും ആ ഒരു ഭക്ഷണവും കാര്യങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം അവിടെ കിടക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അപ്പോൾ തന്നെ ഒരു ഷീറ്റും പായും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് നീ ഒരു കാര്യം ചെയ്യ്, നേരെ ആ കട്ടിലിൽ കയറി കിടന്നോളൂ, പിന്നെ ഞാൻ താഴെ പാവിരിച്ച് കിടന്നോളാം. അവിടെയാണെന്നുണ്ടെങ്കിൽ ഷീറ്റും പിന്നെ തലയണും എല്ലാം ഉണ്ടല്ലോ, അത് മാത്രം മതി എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അവൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ചേച്ചിയാണെന്നുണ്ടെങ്കിൽ താഴെ കിടന്നൊന്നും ശീലമില്ലല്ലോ, നേരെ ബെഡിൽ കിടന്നോളൂ, അവിടെയാണ് കിടക്കാൻ സുഖവും കാര്യങ്ങളൊക്കെ, ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കംഫർട്ടായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, ഇന്നാണെന്നുണ്ടെങ്കിൽ നീ മേളിൽ കിടന്നു, നാളെ ഞാൻ മേളിൽ കിടക്കാം, ഇന്ന് ഞാനിപ്പോൾ തറയിൽ കിടന്നോളാം എന്ന് പറയുമ്പോൾ അവനൊട്ടും സമ്മതിച്ചില്ല. ചേച്ചി മേളിൽ കിടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ തറയിൽ കയറി പാവരിച്ചും കിടന്നു. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കട്ടിൽ കയറി അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ ചോദിച്ചു, എടാ നിനക്ക് ഫാൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ആ ചേച്ചി ഇട്ടോളൂ, നല്ല ചൂടും കാര്യങ്ങളുണ്ട്, ഇന്ന് നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്തല്ലേ, അതിൻ്റെ ഒരു തണുപ്പ് കിട്ടണമല്ലോ. ആ ടൈമിൽ തന്നെ ആ ഒരു ഫാനിട്ട സമയത്ത് തന്നെ മഴയും പെയ്തു തുടങ്ങി. എടാ പുറത്ത് നല്ല മഴയാണല്ലോ എന്ന് ഞാൻ അവരുടെ അടുത്ത് പറയുന്ന സമയത്ത്, മഴ പെയ്യട്ടെ ചേച്ചി, കാരണം മഴ നല്ലതാണല്ലേ, ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളുണ്ട്, ആ ഒരു ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല തണുപ്പായി മാറും എന്ന് അവൻ കട്ടിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ലൈറ്റ് ഓഫായിരുന്നു, മൊത്തം ഡാർക്ക്, മൊത്തത്തിൽ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ, എനിക്ക് ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ ചിലപ്പം ഒരു ചെറിയ വെളിച്ചം കണ്ണിലേക്ക് അടിക്കും, അത് പതിവാണല്ലോ. ആദ്യം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു
മുറി മൊത്തം ഡാർക്കായിരിക്കും. ശേഷം പതുക്കെ പതുക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പോഴൊക്കെ എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ ഇങ്ങനെ കിടന്നു. മേളെ ആ ഒരു മച്ചിന്മേൽ നോക്കിക്കൊണ്ടാണ് കിടക്കുന്നത്. പുറത്തുനിന്ന് എന്തൊക്കെയോ എലികൾ ഓടുന്ന ആ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ആ ടൈമിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ഞാനൊന്ന് ഞെട്ടി. ചേച്ചി എന്താ പേടിച്ചോ എന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. നീയാണോ, എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന സമയത്ത്, ചേച്ചി എനിക്ക് നല്ല ദാഹം, എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് വരാം എന്നവൻ പറയുന്നുണ്ടായിരുന്നു. എടാ, വെള്ളമാണെന്നുണ്ടെങ്കിൽ ദേ അവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ആ മൺകലത്തിലുണ്ടായിരിക്കും, അതിൽ നിന്ന് മുക്കി കുടിക്കണം കേട്ടോ എന്ന് അവൻ്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ ആ ഒരു രാത്രി അങ്ങനെ പൊക്കോണ്ടേയിരുന്നു. അവൻ വെള്ളം കുടിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ കാലിങ്ങനെ തട്ടി. ചേച്ചി വേദനിച്ചോ എന്ന് അവൻ ചോദിച്ചു. ആ സമയത്ത് നീ നേരെ കയറിപ്പോകൂ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ അവൻ കട്ടിലിൽ നേരെ പിടിച്ചു. ഈ ഒരു കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ കേട്ട എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെടായിട്ടുണ്ടെങ്കിലും എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു ഭാഗത്തിലേക്ക് കടക്കാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.